ദൈവാതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വാളക മർത്തോമ വലിയ വലിയ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഏറ്റവും അഭിമാനവും സന്തോഷമുള്ള ഒരു ദിവസമാണ്. നമ്മുടെ ഇടവ 160 വർഷങ്ങൾ പിന്നിടുന്ന വേളയിൽ ഇന്നൊരുമിച്ച് വിശ്വാസ വിളംബര റാലിയായിട്ട് നമ്മൾ ഈ ദേവാലയത്തിലെത്തി. സന്തോഷകരമായ യാത്ര ദൈവം നമുക്ക് കാലാവസ്ഥ അനുകൂലമാക്കി തന്നു, എല്ലാ സാഹചര്യങ്ങളും അനുകൂലമാക്കി തന്നു. പ്രത്യേകിച്ച് വിശ്വാസ സമൂഹത്തിൻ്റെ നല്ല പങ്കാളിത്തവും പിന്തുണയും നമ്മുടെ ഈ പ്രോഗ്രാമിലുണ്ടായിരുന്നു എന്നുള്ളൊരു സന്തോഷം. അപ്പോൾ 160ാമത്തെ ജന്മദിനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ അതൊരുമിച്ച് ആ ദൈവകൃപയെ ഓർത്ത് സ്തുതിസ്തോത്രങ്ങൾ അർപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മൾ ഈ സംഗീത സന്ധ്യയായിട്ട് കലാവിരുന്നായിട്ട് കടന്നു വന്നിരിക്കുകയാണ്. നമുക്കറിയാം, ജീവിതത്തിൻ്റെ സംഘർഷങ്ങളുടെയൊക്കെ മധ്യത്തിൽ നമുക്കെല്ലാവർക്കും ഒരു ഹാപ്പിനെസ്, ആനന്ദമുള്ള അനുഭവങ്ങൾ ഉണ്ടാകണം. മനുഷ്യർ വല്ലാതെ ആകുലതയിൽ കടന്നു പോകുമ്പോൾ ഈ കലാ പ്രോഗ്രാമുകളൊക്കെ നമുക്ക് ഒരു പരിധിവരെ ആശ്വാസം നൽകുന്ന അനുഭവമാണ്. അതുകൊണ്ടാണ് വിശുദ്ധ വേദപുസ്തകത്തിലെ സങ്കീർത്തനങ്ങളൊക്കെ ഭക്തന്മാരുടെ ജീവിതത്തിലെ സംഘർഷങ്ങളുടെ മധ്യത്തിൽ അവർ പാടിയ മനോഹരമായ പാട്ടുകളാണ്. അതവർക്ക് സന്തോഷം വന്നാലും ദുഃഖം വന്നാലും നിരാശ വന്നാലും രോഗം വന്നാലും ദൈവത്തെ മഹത്വപ്പെടുത്തി പാടുന്ന പാട്ടുകളാണ്. ഇത് നമ്മുടെ ഗായക സംഘത്തിൻ്റെ ഒരു 2-3 മാസത്തെ നീണ്ട തപസ്യയുടെയും നിരന്തരമായ പരിശീലനത്തിൻ്റെയും ഒരു റിസൾട്ടാണ് അവരിന്ന് ഈ വേദിയിൽ അവതരിപ്പിക്കുന്ന പരിപാടി എന്ന് പറയുന്നത്. നമ്മൾ വിചാരിക്കുന്നത് പോലെ ചെറിയ കാര്യമല്ല. മിക്കവാറും എല്ലാ ദിവസങ്ങളിലും ഈവനിങ്ങിൽ അവരെ പരിശീലനത്തിനായിട്ട് ഗായക സംഘത്തിലെ ബഹുഭൂരിപക്ഷം അംഗങ്ങൾ ഇവിടെ കടന്നു വന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അവരുടെ ഡെഡിക്കേഷൻ, സമർപ്പണം. അവർ പാട്ട് തുടങ്ങിയതേ ഉള്ളൂ, ഇനിയും വളരെ മനോഹരമായ പാട്ടുകൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ആദ്യ അവസാനം എല്ലാവരും എല്ലാ പ്രോഗ്രാം കാണണം. ഇനിയും ഒന്നിനൊന്നിനെ മെച്ചമാണ് ഓരോ പ്രോഗ്രാമുകൾ. ഓരോ ദൃശ്യവിരുന്ന കലാ പ്രോഗ്രാമുകൾ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. ആമുഖ ഭാഗത്ത് മാത്രമാണ് ഞാൻ നിൽക്കുന്നത്. അതുകൊണ്ട് ആദ്യ അവസാനം എല്ലാവരും സംബന്ധിച്ച് അവസാനം യുനെസ്കോ ഒരുക്കുന്ന ഒരു ആകാശ കാഴ്ചയുമുണ്ട്. അത് കണ്ടതിന് ശേഷം മാത്രമേ എല്ലാവരും പോകാമെന്ന് അറിയിക്കുന്നു. ഈ ദിവസങ്ങളിൽ നമ്മുടെ എല്ലാ സംഘടനകളും വളരെ നല്ല പരിശീലനം നടത്തി അവരുടെ പ്രോഗ്രാമിലൂടെ അവതരിപ്പിക്കുകയാണ്. ഗായകസംഘം ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിന് നമ്മുടെ പ്രിയപ്പെട്ട ഷാലോണും ജോണച്ചൻ വളരെ കഠിനമായിട്ട് പരിശീലനം കൊടുക്കാൻ തക്കവണ്ണം ഗായകസംഘത്തിന് നേതൃത്വം നൽകി. അച്ഛൻ്റെ ശുശ്രൂഷകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ യുനെസ്കോയ്ക്കും അവരുടെ പ്രോഗ്രാം പ്രത്യേകമായിട്ട് ഈ പ്രോഗ്രാമിൻ്റെ ഭാഗമാണ്. അവരും നിരന്തരമായിട്ട് പരിശീലിച്ച് പ്രോഗ്രാം അവതരിക്കുകയാണ്. സെവിയ സംഘം അവരുടെ ഒരു വളരെ വ്യത്യസ്തതയുള്ളൊരു പ്രോഗ്രാമാണ്. നമ്മുടെ സഹോദരിമാരുടെ പ്രോഗ്രാം, അമ്മമാരുടെ പ്രോഗ്രാം കാണുവാൻ നമുക്ക് അവസരം ലഭിച്ചിരിക്കുകയാണ്. അതൊക്കെ സന്തോഷത്തോട് കണ്ട് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പിശുക്കും കാണിക്കാൻ പാടില്ല. നമ്മൾ വളരെ പിശുക്കരാണ്. അത് കൈയടിച്ച് പ്രോഗ്രാമിനെ പ്രോത്സാഹിപ്പിക്കുന്നത് വളരെ സന്തോഷമാണ്, ഒരു ബൂസ്റ്റിംഗ് ആണ്, ഒരു ഇൻസ്പിറേഷനാണ്, നല്ലതാണെന്ന് പറയുന്നതിൽ ഒരു പിശുക്കും നമ്മൾ കാണിക്കേണ്ട. നമ്മുടെ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾ പ്രോഗ്രാം അവതരിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അവർ 2 പ്രോഗ്രാം ഇപ്പോൾ കഴിഞ്ഞു. അതിന് പിറകിൽ കഠിനമായി അധ്വാനിച്ച സൺഡേ സ്കൂൾ അധ്യാപകരുണ്ട്. അവരിതിനകത്തൊക്കെ വളരെ പ്രയാസം നിറഞ്ഞ് അവർ നേതൃത്വം നൽകി. അവരെ ഓർത്ത് പ്രത്യേകിച്ച് ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെ നമ്മുടെ എല്ലാ സംഘടനകളുടെയും ഒരു പ്രോഗ്രാം ഇത്. അതുപോലെ നമ്മുടെ ഇടവയിലെ യങ് വുമൺ അവർ നേതൃത്വം നൽകുന്ന നല്ലൊരു പ്രോഗ്രാം വരുന്നതേ ഉള്ളൂ. അത് ഏറ്റവും സുന്ദരമായിട്ട് ഒരു പരിശീലനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയെല്ലാം നമ്മൾ പാടി അവസാനം മാഷപ്പും കഴിഞ്ഞ് പ്രാർത്ഥന ആശീർവാദത്തിന് ശേഷം മാത്രമേ എല്ലാവരും പോകാമെന്ന് സ്നേഹപൂർവ്വം അറിയിക്കുന്നു. ഈ ഒരു കൂടിവരവിന് ഇടവകയായിട്ട് നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ പിന്തുണയ്ക്കും നന്ദി. നാളെ നമുക്ക് പ്രധാനപ്പെട്ട ദിവസമാണ്. രാവിലെ 8 മണിക്കാണ് വിശുദ്ധ കുർബാന. തുടർന്ന് 10:30 ശേഷം പൊതുസമ്മേളനം ആരംഭിക്കും. അതിലെല്ലാവരും കുടുംബമായിട്ട് വന്ന് സംബന്ധിച്ച് അനുഗ്രഹം പ്രാപിക്കണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഈ സാംസ്കാരിക സന്ധ്യ ഉദ്ഘാടനം ചെയ്തതായിട്ട്, ദൈവനാമത്തിൽ ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് എൻ്റെ വാക്കിലൂടെ അവസാനിപ്പിക്കുന്നു. സർവശക്തനായ ദൈവം തമ്പുരാൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു അച്ഛാ.